നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ ഇതുവരെ അമ്മയൊന്നും കഴിച്ചില്ലല്ലോ. അമൃതയെടുത്തി അമ്മ എത്ര തവണ വന്ന് വിളിച്ചു. അമ്മ എന്താ വരാത്തെ? എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാ പറ്റും അമ്മേ. എന്തേലും ഒന്ന് കഴിക്കണ്ടേ? ഒന്നും വേണമെന്ന് തോന്നില്ല. ഇപ്പോ ജീവിതം തന്നെ വെറുത്ത പോലെ. ഐശ്വര്യ എന്റെ അരുണിനോട് ഈ കുടുംബത്തോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മയൊക്കെ ശരിയാ. നടന്നതൊന്നും നമ്മൾ ആരും സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞില്ലേ? ഇനി എപ്പോഴും അമ്മ ഇങ്ങനെ അതൊക്കെ ആലോചിച്ചോണ്ടിരുന്ന പറ്റുമോ? അറിയാം, കഴിഞ്ഞതൊന്നും ആലോചിച്ചിട്ട് ഇനി കാര്യമില്ലെന്നറിയാം. എന്നാലും എന്തോ എന്റെ മനസ്സിന് ഈ സംഭവം വല്ലാതെ ഒലച്ചു കളഞ്ഞു. എന്റെ അക്കിയുടെ അരുണിന്റെ പൊന്നോമന കുഞ്ഞുങ്ങള് ഈ വീട്ടിൽ പിച്ച വെച്ച് നടക്കുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടുപോയി. അവരുടെ കൊഞ്ചലും ചിരിയും കളിയും ഇണക്കവും പിണക്കവും, മുത്തശ്ശി എന്നുള്ള മണി കിലുങ്ങുന്ന പോലുള്ള വിളിയും പലതവണ എന്റെ മനസ്സിൽ ഇങ്ങനെ കേട്ട് ഞാൻ സന്തോഷിച്ചു. ഈ വിട്ടിയായ മുത്തശ്ശി ആ പൊന്നോമനകളെ പാടിയുറക്കാൻ തൊട്ടിലിന് പോലും ഏർപ്പാട് ചെയ്തു. ഒടുവിൽ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ആ ഐശ്വര്യ അവള് സൗന്ദര്യം സംരക്ഷിക്കാൻ സ്വന്തം മാതൃത്വത്തെ ബലി കൊടുത്തവൾ അവള്. ഇത്രയും ദുഷ്ട മനസ്സുള്ള അവൾക്കല്ലാതെ ആർക്കാ, ഏത് സ്ത്രീക്കാ സ്വന്തം ഗർഭപാത്രം ഇങ്ങനെ ഇത്ര ലാഘവത്തോടെ നശിപ്പിച്ചു കളയാൻ പറ്റുക? സത്യത്തിൽ അവളൊരു സ്ത്രീയാണോ? സ്വന്തം ഗർഭപാത്രത്തിന്റെ ഒരു അമ്മയുടെ വില അറിയാത്തോണ്ടല്ലേ എന്റെ മോളുടെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത്ര ക്രൂരായിട്ട് അവള് നശിപ്പിക്കാൻ നോക്കി. ഐശ്വര്യെ പോലൊരു ദുഷ്ടയ്ക്കല്ലാതെ ആർക്കാ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ വിഷം തരാനാവുക? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.